ഒരു സംഭവം കഥയിലൂടെ വേറൊരു സംഗതി പറഞ്ഞു. ഒരിക്കലും ഇങ്ങനെ ഒരാൾ ഇങ്ങനെ യാത്ര ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് ട്രാഫിക് ബ്ലോക്കിൽ ഇങ്ങനെ കുടുങ്ങി നിൽക്കുന്ന സമയത്ത് അപ്പുറത്തൊരു മനുഷ്യൻ ചെറിയൊരു മോൻ ഇങ്ങനെ ഭക്ഷണം കഴിച്ചുകൊണ്ടിരിക്കുന്നു. ഒരു പാവപ്പെട്ട കുടുംബം കീറി പറഞ്ഞ വസ്ത്രമൊക്കെ ഇട്ടുള്ളൊരു കുട്ടി. ആ കുട്ടിയുടെ കയ്യിലൊരു ബന്നുണ്ട്. ആ ബന്നിങ്ങനെ തിന്നുകൊണ്ടിരിക്കുന്ന സമയത്ത് ഒരു നായ ആ കുട്ടിയുടെ അടുക്കലേക്ക് വരികയാണ്. നായ ഇങ്ങനെ അടുത്തേക്ക് വന്നപ്പോൾ തൻ്റെ കയ്യിലുള്ള ബന്ന് അതിനെ പകുതി പിച്ചിയിട്ട് ആ നായക്ക് ഇട്ട് കൊടുത്തു. ആ നായ ഇങ്ങനെ മണത്തു നോക്കിയിട്ട് കാലുകൊണ്ട് തട്ടിയിട്ട് നായൻ്റെ പാട്ടിന് പോയി. ഈ കുട്ടിയുടെ കയ്യിലുള്ള ആകെ ബന്നിന്ന് പകുതിയും പോയി. ഇനി ആകെ കഷ്ണം ബന്നുള്ളത്. അപ്പോൾ ഈ മനുഷ്യൻ കാറിൽ നിൽക്കുന്ന മനുഷ്യൻ ഇങ്ങനെ പ്രയാസപ്പെട്ട് ഇങ്ങനെ പറഞ്ഞുകൊണ്ട് പാവപ്പെട്ട കുട്ടിയെ സഹായിക്കാൻ കഴിഞ്ഞിരുന്നെങ്കിൽ, ഒന്ന് സഹായിക്കാൻ പറ്റിയിരുന്നെങ്കിൽ എന്ന് പറഞ്ഞപ്പോൾ അപ്പോഴത്തേക്ക് സിഗ്നലിൽ പച്ച ലൈറ്റ് എത്തി. ഇദ്ദേഹം ഇങ്ങനെ പോയി. വീട്ടിലെത്തിയിട്ട് ഇദ്ദേഹം വീണ്ടും ആവർത്തിച്ചുകൊണ്ടേയിരിക്കുകയാണ്. ആ കുട്ടിയെ സഹായിക്കാൻ കഴിഞ്ഞിരുന്നെങ്കിൽ, എനിക്ക് സഹായിക്കാൻ പറ്റിയില്ലല്ലോ എന്നിങ്ങനെ സങ്കടം പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ആ മനുഷ്യൻ തന്നെ വീണ്ടും അദ്ദേഹത്തോട് വേറെ രീതിയിൽ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്, ഞാൻ എന്ത് സംസാരമാണ് സംസാരിക്കുന്നത്, സഹായിക്കാൻ പറ്റിയിരുന്നെങ്കിൽ എന്ന് വീണ്ടും ആവർത്തിച്ച് പറയുന്നതിൻ്റെ അപ്പുറത്തേക്ക് ആ സിഗ്നൽ കഴിഞ്ഞിട്ട് എനിക്ക് എൻ്റെ വണ്ടി നിർത്താമായിരുന്നല്ലോ, എന്നിട്ട് എനിക്ക് പോയിട്ട് സഹായിക്കാമായിരുന്നല്ലോ. ഇനി അതല്ല, എൻ്റെ സുഹൃത്തുക്കളെ ആരെങ്കിലും വിളിച്ചിട്ട് ആ കുട്ടിക്കൊരു ഭക്ഷണം വാങ്ങിക്കൊടുക്കാൻ വേണ്ടി എനിക്ക് പറയായിരുന്നല്ലോ. ഞാൻ വീണ്ടും ആവർത്തിച്ചുകൊണ്ടിരിക്കുന്ന വാക്ക് ആരെങ്കിലും സഹായിച്ചിരുന്നെങ്കിലാണ്. ഈ ആരെങ്കിലും എന്ന് പറയുന്നത് ആരാണ്? ഞാൻ നേരത്തെ പറഞ്ഞു, അയ്യുക്കും മഹ്സന അമല എന്ന് ഖുർആൻ പറയുന്നത് സ്പോട്ടിൽ വീണ് കിട്ടുന്ന അവസരങ്ങളെ ഉപയോഗപ്പെടുത്താൻ പറ്റുന്ന ഒരു മനുഷ്യൻ, നേരത്തെ പറഞ്ഞ പോലെ ജീവിതത്തിൻ്റെ ലക്ഷ്യത്തെ കൃത്യമായ ബോധ്യമുള്ള മനുഷ്യനായിരിക്കും. സ്വഹാബത്തുകൾ കുറേ കാലം ജീവിച്ചിട്ടില്ല അല്ലേ? സ്വഹാബത്തുകൾ ചരിത്രം പരിശോധിച്ച് നോക്കിയാൽ കുറച്ച് കാലം ജീവിച്ച സ്വഹാബത്തുകളാണ് ഇഷ്ടം പോലെ. യുവാക്കളായിട്ട് മരണപ്പെട്ടു പോയിട്ടുള്ള ഒരുപാട് സ്വഹാബത്തിൻ്റെ ചരിത്രം പഠിപ്പിച്ചു തരുന്നുണ്ട്. പക്ഷെ അവരൊക്കെ അവരുടെ പ്രവർത്തന പദത്തിൽ ഏറ്റവും നല്ല ഈമാനുള്ള വ്യക്തികളായിട്ട് മാറിയിട്ടുണ്ടാവും. അതെങ്ങനെയാണ്? വീണ് കിട്ടുന്ന അവസരങ്ങൾ മാക്സിമം ഉപയോഗപ്പെടുത്താനുള്ള, അതാണ് വ്യക്തിശുദ്ധി എന്ന് പറയുന്നത്. അപ്പോൾ നമുക്ക് നമ്മളെ തന്നെ ഇങ്ങനെ ശുദ്ധീകരിക്കാൻ പറ്റുമോ, ഇന്നൊരു നന്മ ചെയ്തല്ലോ,